നമസ്കാരം. എന്താണ് പ്രശ്നം? പറഞ്ഞോളൂ. പറയടാ അങ്ങോട്ട്. സാറേ, അതെ, അല്ല അങ്കിൾ തിരുമേനി ഇവനെ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. സംസാരിക്കില്ലെങ്കിൽ ഏതായാലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിക്കുക. അണ്ണാക്കിലെ പിരി വെട്ടിയതാവും. വന്ന കാര്യം പറയാ. എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. ഇവന്റെ അച്ഛൻ ഇവനെ കുഞ്ഞു പ്രായത്തിൽ ഇട്ടിട്ട് പോയതാ. അപ്പൊ ഒന്ന് കാണാനായിട്ട് വന്നതാ. എന്താ അച്ഛന്റെ പേര്? സുകുമാരൻ. അങ്ങൊരാൾ ഇവിടെ ഇല്ല. പൊക്കോളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞത്. അതല്ല, ഈ കബഡി കളിച്ച് നോക്കിട്ടൊന്ന് പറഞ്ഞൂടെ? കബഡി 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 കബഡി. എത്ര നാളാ അച്ഛൻ പോയിട്ട്? 5 നിമിഷത്തിന് മുമ്പായിട്ട് തന്നെ പോയി. അപ്പൊ കുഞ്ഞിലെ മുതലേ തന്തയില്ലാത്തവനായിട്ടല്ലേ വളർന്നത്? ഇപ്പോഴും അതെ. അച്ഛന്റെ മുഖം ഓർമ്മയുണ്ടോ? ഇല്ല, ഫോട്ടോയിൽ കണ്ടേ അറിയൂ. ആ ഫോട്ടോയായിട്ട് അച്ഛനെ പോലെ ഇരിക്കുന്ന 10-12 പേരോട് ചോദിച്ചു. ആരും അങ്ങോട്ട് ഏകുന്നില്ല. 12 തന്തയോ? എങ്കിൽ ഞാനങ്ങ് കേക്കാം. അച്ഛാ, പറയാൻ പോകുന്ന കാര്യം വിഷമം ഉണ്ടാകുന്ന കാര്യമെന്ന് അറിയാം. പക്ഷെ പറയാതിരിക്കാൻ വഴിയില്ല. എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലേ? അച്ഛൻ മരിച്ചതിന് ഇത്രയ്ക്ക് ചിരിക്കണോ? ഇവൻ കരയുന്നത് ഇങ്ങനെ. പോട്ടറ, ഈ ലോകത്ത് ഒരച്ഛനല്ലോ ഉള്ളത്. കരയണ്ട. അദ്ദേഹത്തിന്റെ ആത്മാവ് തൊട്ട് ഞാൻ സംസാരിച്ചു. മോന്റെ കൂടെ വരാൻ അദ്ദേഹം തയ്യാറാണ്. പുള്ളി ഇപ്പൊ എന്താ പറയുന്നത്? സുഖമായിട്ടിരിക്കുന്ന ആളിപ്പോ എവിടെ ഉണ്ട്? സുകുമാരാ, കേറ്. കഴപ്പ് കാണിക്കാതെ കേറങ്ങോട്ട്. അച്ഛനതിൽ കേറിയിട്ടുണ്ട്. കൊണ്ടുപോക്കോളൂ. ഇനിയുള്ള കാലം അച്ഛനുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. പിന്നെ അച്ഛനുമായിട്ട് വഴക്കൊന്നും ഇടരുത് കേട്ടോ. പ്രായമുള്ള മനുഷ്യൻ എന്തെങ്കിലും പറഞ്ഞാൽ കണ്ണടച്ചേക്കണം. അച്ഛൻ എന്തുകൂടെ കഴിക്കാനാ കൊടുക്കണ്ടേ? അച്ഛന് പ്രായമുള്ള മനുഷ്യനല്ല, അധികം മധുരം ഒന്നും കൊടുക്കണ്ട.